வணக்கம் மக்களே! வெல்கம் டூ த சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா ஸ்வாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. இன்னைக்கு நம்ம என்ன பார்க்க போறோம் அப்டின்னா, பேக் டூ பேக் திலீப் ஏட்டனோட படம் தான். இன்னைக்கு நம்ம வந்து பார்க்க போற படம் வந்து பஞ்சாபி ஹவுஸ்ன்னு சொல்ட்டு ஒரு காமெடி அந்த மாரி மூவி தான் நெனைக்கிறேன். காமெடி ஜான்ரா தான் போட்டிருந்துச்சு. நம்ம லாஸ்ட்டா பார்த்ததெல்லாம் வந்து மசாலா என்டர்டெய்னர் ஹீரோயிக்கா இருந்துச்சு. இது கொஞ்சம் ஃபன்னியான மூவின்னு நெனைக்கிறேன். இது டைரக்டர் வந்து நம்ம பாண்டிபுரா டைரக்டர் தான். நாங்க பயங்கரமா என்ஜாய் பண்ணி பார்த்தோம். ஒன் ஆஃப் அவர் ஃபேவரைட் மூவிஸ்ன்னு சொல்லணும். ஸோ அந்த டைரக்டரும் பிளஸ் திலீப் ஏட்டன் காம்போலாம் இருக்கிறப்ப ஒரு ஃபன்னி மூவி எதிர்பார்க்கலாம் தான். ஸோ படத்த முடிக்கலாம். படத்த முடிச்சுட்டு டிஸ்கஸ் வச்சுக்கலாம். போயிடலாமாக்கா? போயிடலாம். பஞ்சாபி ஹவுஸ். அதான் பஞ்சாபி. கழுகு பறக்குது. கழுகு இல்ல, பருந்து. ആഹാ എത്ര സുന്ദരമായ റബ്ബർ ஓ! തോട്ടം. Oh my God. വിമൻസ് കോളേജിലേക്ക് പോകുന്ന തരുണീമണികളെ പോലെ ഇല്ലേ? പക്ഷെ എന്ത് ചെയ്യാം, റബ്ബറിന്റെ വില ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പാതാളത്തിലെ മാവേലിക്കും താഴെയായി. മാവേലി ഞങ്ങൾ എന്ന പണമായിട്ട് എന്താ ബന്ധം? അതെ, പണമാണല്ലോ പ്രശ്നം. ഈ തോട്ടം ലീസിനെടുത്തപ്പോ ഞാൻ വിചാരിച്ചില്ല പണത്തിന്റെ മൂല്യം റബ്ബറിനേക്കാളും താഴെ. அடடா! എന്റെ പൊന്നു സ്നേഹിതന്മാരെ, പരമ നഷ്ടമായിരുന്നു ഈ കച്ചവടവും. അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഞങ്ങൾക്ക് തരാനുള്ള കാശ് ഇന്ന് തരാന്നാ പറഞ്ഞത്. ഇന്ന് തന്നില്ലെങ്കിൽ നിന്റെ അണപ്പല് ഞാൻ തെറിപ്പിക്കും. എന്നാ പിന്നെ ഈ വലത്തെ അണപ്പല്ല് തെറിപ്പിക്കാൻ പറയൂ, ഞാനത് പറപ്പിക്കാൻ പറ്റിരിക്കുക. ഇപ്പൊ നിനക്ക് പതുക്കെ വേണം. പതുക്കെ. ஆளெல்லாம் பயங்கர யங்கா இருக்காரு. அதான் நானும் ஒரு செகண்ட் ஆச்சு எனக்கு ரெகக்னைஸ் பண்ணேன். എന്റെ ഗതികേട് കൊണ്ടാവും ഈ മൽബറി തോട്ടം ഇങ്ങനെ ആയി പോയത്. ഈ മൽബറിയിൽ പട്ടുനൂൽ പുഴുക്കളെ വളർത്തി അവയെ പുഴുങ്ങി പട്ടുനൂലുണ്ടാക്കി കയറ്റി അയച്ച് നിങ്ങളുടെയൊക്കെ കാശ് തിരിച്ചു തരണോന്നാ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്. എന്നിട്ട് ഇപ്പൊ എന്തായിന്നാ പറയണേ? അതിനേക്കാളും വലിയ പുഴുക്കൾ വന്ന് அடடா! ആ പുഴുക്കളെ നിന്ന് എന്റെ കയറ്റുമതി സ്വപ്നമാകെ തകർത്തു. ഇനിയിപ്പൊ നിങ്ങളെ ബസ് കയറ്റി വിടാൻ എനിക്ക് നിവൃത്തിയുള്ളൂ. ഞങ്ങളോട് വാങ്ങിയ കാശ് നീ ഇന്ന് 5 മണിക്കാൻ തരാന്ന് സത്യം ചെയ്ത് പറഞ്ഞതല്ലടാ മൽബറി. അതിന് തെറി പറയരുത്. 5 അല്ല 6 മണി എന്നാ പറഞ്ഞ. 6 മണി അല്ല, 5 മണിന്നാ നീ പറഞ്ഞ്. ശരി, 5 5 ലേറ്റ് ആവരുത്. എന്തായാലും ഒരു 15 മിനിറ്റ് മുമ്പ് എത്തിക്കോളൂ. ആ പിന്നെ സ്ഥലം എവിടെയാണെന്നറിയോ? കടലിലേക്ക് നീണ്ടെടുക്കുന്ന പാലം. കടൽപ്പാലം. ஓ! எல்லா கடங்காரையும் வர சொல்லிட்டாரு போல. എല്ലാവർക്കും നമസ്കാരം. அப்பா ஒரு ஊரே வருது. 5 മണി എന്ന് പറഞ്ഞ 5 മണി. ഇത്രയും കൃത്യമായിട്ട് കൃത്യനിഷ്ഠ പാലിക്കുന്ന മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. കായ കൊടുത്ത് തുടങ്ങി. ഇല്ല, വേവലാതിപ്പെടേണ്ട, അവിടെ നിൽക്കേട്ടാ. പരിപാടി തുടങ്ങാൻ പോണേ ഉള്ളൂ. എല്ലാരും വന്നിട്ടുണ്ടല്ലോ. ഞാൻ പേര് വിളിക്കുന്നവര് എത്തിച്ചേർന്നിണ്ടെങ്കിൽ ഹാജര് പറഞ്ഞാ മതി. തെങ്ങിൻ തോട്ടില് കാതർ കുഞ്ഞ് 12,300 രൂപ ഹാജർ. കീഴടുത്ത് പ്രഭാകരൻ 13,900. പലിശ അടക്കോട്ടോ. അതൊക്കെ അവിടെ നീ ആദ്യം എന്റെ കാശ് എന്നെ പിരിച്ചുവിടും. ஓ! இவங்களுக்குள்ள சண்டை போடக்கு போறாரு. ഞാൻ ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കാനുള്ള ആളാ തൊമ്മിച്ചൻ. എന്താ തൊമ്മിച്ചൻ ലേറ്റ് ആയത്? പറഞ്ഞ് ലേറ്റ് ആക്കാതെ കാശാടാ. ഈ തൊമ്മിച്ചന്റെ കണക്കുൾപ്പെടെ ഞാൻ ആകെ തരാനുള്ളത് 7,49,000 രൂപ. പക്ഷേ ഇപ്പൊ അത്ര എന്റെ കയ്യിലില്ല. ഒരു ശകലം കുറവുണ്ട്. അത് നമുക്ക് പരിഹരിക്കാം. എത്ര കുറവുണ്ട്? 7,49,000 തന്നെ കുറവുണ്ട്. കാശെടുക്കണം. അതെ, എലി വിഷോ? വിഷോ? അതെ ചേട്ടാ, വിഷോ. പൊട്ടാസ്യം സൈനൈഡ് വാങ്ങിക്കാൻ കപ്പ ഇതുമായിട്ട് നടക്കുന്നേ ഉള്ളൂ. ഏത് നിമിഷം എനിക്കിത് അത്യാവശ്യമായിട്ട് വന്നേക്കും. വലിച്ചെറിഞ്ഞ് കളയണോ അത്? കണ്ട, ചാകാൻ പോലും നിങ്ങൾ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. എന്ന് വെച്ച് ദേ എനിക്ക് ആരോടും ദേഷ്യമില്ലാട്ടോ. വന്നിട്ട് കുറെ നേരമായോ? ഒരവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അവസരത്തില് നിങ്ങൾ എല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും വഞ്ചിക്കില്ല. എല്ലാവരുടെ പണവും കൃത്യമായിട്ട് കിട്ടും. ഒരുപാട് സ്ഥാപനങ്ങൾ ഞാൻ തുടങ്ങി. ഒന്ന് പൊട്ടുമ്പോ അടുത്തേല് രക്ഷപ്പെടാന്ന് കരുതി. പക്ഷെ എല്ലാം പൊട്ടി. അങ്ങനെ അവസാനം ഞാൻ ഒരു പടക്ക കമ്പനി തുടങ്ങി. അതാണെങ്കിൽ പൊട്ടിയുമില്ല. അപ്പൊ അതെങ്കിലും ഉണ്ടല്ലോ. അത് വിറ്റിട്ട് എന്റെ കാശിക്ക് താടാ. പൊട്ടാതിരുന്നത് പടക്കമാണ് ചേട്ടാ. പടക്കം പൊട്ടാതായപ്പോ ആ കമ്പനിയും പൊട്ടി. എന്റെ അച്ഛൻ എന്നെ കുറിച്ച് എപ്പോഴും പറയും, എന്റെ പേര് ഗിന്നസ് ബുക്കിൽ വരുമെന്ന്. ശരിയാ, ഇത്ര ചെറുപ്പത്തിലെ ഇത്രയും വലിയ കടക്കാരനായ ചെറുപ്പക്കാരൻ ചിലപ്പോ ഞാൻ മാത്രമേ ഉണ്ടാവൂ. മനഃപൂർവ്വമല്ല, സംഭവിച്ചുപോയി. ഇനിയിപ്പോ എന്റെ മുമ്പിൽ ഒരു വഴിയേ കാണുന്നുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾ എനിക്ക് 5 വർഷത്തെ സാവകാശം തരണം, അല്ലെങ്കിൽ ഞാൻ ഈ കടലിൽ ചാടി ചാകണം. ആ വേല ഞങ്ങളോട് വേണ്ട മോനെ. അങ്ങനെ നീ ചാടുന്നെങ്കിൽ ചാട്. എന്റെ കാശ് ഞാൻ ഉപേക്ഷിച്ചേക്കാം. ചാടാം. ഞാനൊരു വലിയ തുകയ്ക്ക് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്. അത് താമസിയാണ്ട് കിട്ടും. കിട്ടണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു വാരം ചെയ്യണം. നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ ഞാൻ അറിയാണ്ട് കാല് തെറ്റി കടലിൽ വീണതാണെന്ന് പറയണം. അപകട മരണം ആവുമ്പോ ഇൻഷുറൻസ് തുക ഇരട്ടി കിട്ടും. അതും കൊണ്ട് എന്റെ അച്ഛൻ നിങ്ങളുടെയൊക്കെ കടം വീട്ടും. മോനെ ഉണ്ണി, ഇത് നമ്മളോട് വേണ്ട. ഈ നമ്പർ ഒന്ന് നമ്മളെ അടുത്ത് എടുക്കണ്ട. ഇതൊരു നമ്പറാ, അവസാനത്തെ നമ്പർ.
ജീവിക്കാൻ കൊതിയിലഞ്ഞിട്ടല്ല, വേറൊരു മാർഗമില്ലഞ്ഞിട്ടാ. എന്നെ അടുത്തറിയാവുന്നവര് സമ്മതിക്കും എന്റെ ഈ തീരുമാനം ശരിയായിരുന്നു എന്ന്. ஆமா அந்த டைம்ல பயங்கர வருமல்ல. ஜாப்ஸ் பெருசா இருக்காது. ബൈ, ഗുഡ് ബൈ. யார் அக்காவா தங்கச்சியா? അച്ഛാ, ആരോ കാണാൻ വന്നിരിക്കുന്നു. ஃபிளாஷ்பேக் அது. அப்படிதான் நினைக்கிறேன். ഇപ്പൊ ഒരു മാർക്ക് ഇടുക. എന്താടോ? ഞങ്ങള് മാഷെ കാണാൻ വന്നതല്ല, ഉണ്ണിയെ കാണാൻ വന്നതാ. അതെ, എന്നെ കാണാൻ വന്നതാ. അച്ഛനെ കൂടി കാണിക്കാന്ന് വിചാരിച്ചു വിളിച്ചതാ. ഞാനെന്താ അഭ്യാസം പഠിച്ച കൊരങ്ങോ മറ്റോ ആണ് വരുന്നവരെയും പോകുന്നവരൊക്കെ വിളിച്ച് കാണിക്കാൻ? അയ്യോ, അച്ഛൻ ഇയാൾ അറിയില്ലേ? നമ്മുടെ പെരുമ്പോട്ടയിലെ സെൽവൻ. ആ, ചെമ്മീൻ കെട്ട് നഷ്ടത്തിലായപ്പോ ഈ സെൽവൻ എന്നെ സഹായിച്ചത്. പലിശ അടക്കം 10,40,000 ചില്ലാൻ ഉറപ്പിക്ക ഞാൻ ഇയാൾക്ക് കൊടുക്കാനുണ്ട്. അവധി പറഞ്ഞു ഞാൻ മടുത്തു. ഇപ്പൊ ഇയാൾക്കെന്നെ തീരെ വിശ്വാസമില്ലാണ്ടായിരിക്കുന്നു. അച്ഛൻ ഇപ്പൊ കാശ് കൊടുക്കണ്ട, ഒരവധി പറഞ്ഞാ മതി, അയാള് സമ്മതിക്കും. ഒരവധി പറയാനും കൃത്യമായിട്ട് മുങ്ങാനും നിന്റെ അത്രയും കഴിവ് എനിക്കില്ലടാ മോനെ. അത് ഇയാൾക്കും അറിയാം. അതുകൊണ്ടല്ലേ അച്ഛൻ പറഞ്ഞാൽ സമ്മതിക്കാന്ന് പറഞ്ഞത്. അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവേണ്ടി വരും. അപ്പാവേ മറ്റാണ്. അച്ഛൻ അവധി പറയില്ല, കാശ് ഇപ്പൊ തരും. പിന്നെ ഞാനൊരു കോഴി ഫാം തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോ എന്നൊന്ന് സഹായിക്കേണ്ടി വരും. എന്റെ മുമ്പ് ചോദിച്ചാ ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. നാ പിടിച്ചേ. നിനക്ക് താഴെ 2 പെൺകുട്ടികളുണ്ടെന്നുള്ളത് ഓർക്കാതെ കയ്യിലുള്ളതും കൂടി ഞാൻ നിനക്ക് വേണ്ടി ചെലവാക്കിയത്. എന്തിനാ? ഒരു കരപറ്റി കാണാൻ. എന്നിട്ടിപ്പൊ നാട് മുഴുവൻ കടവാക്കി മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായില്ലേ? ഇപ്പൊ വീട്ടിലിരിക്കാൻ വയ്യാണ്ടായി. ഒന്നിനും കഴിവില്ല. നീ പറഞ്ഞില്ലേ തൂങ്ങിച്ചാവുമെന്ന്, അത് തന്നെയാ ശരി. അതിന് 100-ൽ 100 മാർക്ക്. இவருக்கே எப்பவுமே இந்த மாதிரி டேடியோட கேரக்டர் கிடைக்குது. നിന്റെ മുറപ്പെണ്ണായി ജനിച്ചു പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നീ അവളുടെ ജീവിതം തകർക്കരുത്. അമ്മാവൻ എന്തൊക്കെയായി പറയണേ? ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു തടസ്സമായിട്ട് നിന്നുണ്ടോ? സുജിക്ക് നല്ലയിടത്തുനിന്ന് ഒരു ബന്ധം ആലോചിച്ചോളൂ, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് നടത്താം. എല്ലാറ്റിനും മുമ്പിൽ ഞാൻ ഉണ്ടാവും. എന്താ പോരെ? അതിനവള് സമ്മതിക്കണ്ടേ? നിന്നെ മാത്രമേ വിവാഹം കഴിക്കോളൂ എന്ന് പറഞ്ഞ് അവൾ ഒറ്റക്കാലിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി? അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മാവ. ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ അവളുടെ ആണെന്നും അവൾ എന്റേതാണെന്നും കേട്ടല്ലേ വളർന്ന്. ശരിയാണ്, അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ നീ വളർന്ന് ഇത്രയും വലിയൊരു തല്ലിപ്പൊളിയാകുന്നു ഞാൻ അറിഞ്ഞു. பாவி. അമ്മാവന് ആലോചനകളൊക്കെ തുടങ്ങിക്കോളൂ. അവളെ പിരിയാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, അവളെങ്കിലും സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതിയ. ഞാൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അതിന് അവള് സമ്മതിക്കില്ലടാ. നീ ഇങ്ങനെ തടി പോലെ നിൽക്കുമ്പോ അവളെ എങ്ങനെ സമ്മതിപ്പിക്കാനാ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നീ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിപ്പോ, കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നാ മതി. ഇനി വന്നില്ലേലും കുഴപ്പമില്ല. அட பாவிகளா. നിനക്ക് നിന്റെ കടക്കാരെ ഇന്ന് രക്ഷപ്പെടുകയും ചെയ്യാം, എനിക്ക് എന്റെ മോളെ കെട്ടിച്ചയക്കുകയും ചെയ്യാം. ദാ ഇനി വണ്ടിക്കൂലിക്ക് വേണ്ടി നീ തണ്ടണ്ട. പിടിച്ചോ. horrible human beings. என்ன ஸ்ட்ரைக்கு? സോണിയ ഗാന്ധി സിന്ദാബാദ്, പ്രിയങ്ക ഗാന്ധി സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്. എന്താ ജാഥയിലൊക്കെ ഉണ്ണിട്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയോ? ഏയ്, രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമല്ല. ജാഥയില് കേറി വരുമ്പോ കടക്കാര് പിടിച്ചു നിർത്തില്ല. രാവിലെ BJP-ക്കാരുടെ ജാഥയിൽ കയറി വന്നാ അവരാ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ഇപ്പൊ കിഴക്കോട്ടേക്ക് ഒറ്റ തിരിച്ചില്ല. പിന്നെ ഈ ജാഥ വരണവര് വെയിറ്റ് ചെയ്തു, അതാ ലേറ്റ് ആയത്. ഇങ്ങനെ എല്ലാവരുടെയും ജാഥയിൽ കയറി ഇറങ്ങിയാ അവരെല്ലാം പറയില്ലേ? പറയും, അവര് പറഞ്ഞൊക്കെ ഞാനും ഏറ്റു പറയും. ഈ ഉണ്ണിയേട്ടന്റെ ഒരു കാര്യം. വാ. എന്താ അങ്ങോട്ട് പോണേ? വീട്ടിലേക്ക് ഇപ്പൊ പോണ്ട, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വാ. இருக்கேகா? இருக்கேன். ஓகே. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? മനസ്സിൽ നന്മ മാത്രമുള്ള കുട്ടിയാ നീ. നിന്നെ പിരിയാന്ന് പറയുമ്പോ ഈ എന്നെ തന്നെ കീറി മുറിക്കുന്ന പോലെ എനിക്ക്. ഇപ്പൊ നീയും എനിക്ക് നഷ്ടപ്പെടണം, അതാവും വിധി. ഈ നഷ്ടവും ഞാൻ സഹിച്ചേ പറ്റൂ. ഇങ്ങനെ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉണ്ണിയേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ണിയേട്ടന്റെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, ഞാൻ കാത്തിരുന്നോളാം. എത്ര കാലം നേരിച്ച കാത്തിരിക്ക വേണ്ട. എന്നായാലും എപ്പോഴായാലും നമ്മൾ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവുമല്ലോ, അത് മതി എനിക്ക്. ഇല്ല, അതുണ്ടാവില്ല. ഒരു മൺതരിയെ പോലും താങ്ങാനുള്ള ശക്തി എനിക്കില്ല ഇപ്പോ. ഈ അവസ്ഥയില് നീ എനിക്കൊരു ഭാരമാണ്. ഒഴിഞ്ഞു പോയേ പറ്റൂ. ഇൻക്ലാബ് സിന്ദാബാദ്. നീ വേഗം പൊക്കോ. ഈ ജാഥ കഴിഞ്ഞാ പിന്നെ വീടിന്റെ അടുത്തേക്ക് വേറൊരു ജാഥയില്ല. ഇത് ലാസ്റ്റ് ജാഥയാ. തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. ചെങ്കൊടിയാട്ടെ
കട്ടായം ചെങ്കോടി സമരം മുതലാളിത്തം തൊലയട്ടെ മുതലാളിത്തം തൊലയട്ടെ അമ്മാവാ ഒരാഴ്ചത്തേക്കുള്ള റേഷനെങ്കിലും നീ ഈ കുടുംബത്തെ എത്തിച്ചിട്ടുണ്ടോടാ? ഈ ചോദ്യം ഇനി ചോദിക്കരുത്. ദേ, ഒരാഴ്ചത്തേക്കുള്ള റേഷനും ഒരു ദിവസത്തെ കറിക്കുള്ളതും ഉണ്ട്. അയ്യേ ഇതെന്താ മീൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ മീൻ കൊണ്ടുവരാൻ പാടില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാമേ. പിന്നെന്താ ഒരു നാറ്റം? അത് ഞാൻ 2 വട്ടം മീൻ അങ്ങാടിയിൽ ചുമന്നു. ജസ്റ്റ് ഫോർ ചേഞ്ച്. പൈസക്ക് അമ്മ ഇതൊക്കെ വേഗം ഊണുണ്ടാക്കിയേ, ഞാൻ കുളിച്ചിട്ട് വരാം. അമ്മ ഇരിക്കണല്ലേ? ഞാൻ പിന്നെ ഉണ്ടോളാം. അത് പറ്റില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയായിരുന്നു ഒരു പിടിയെങ്കിലും കഴിക്കമേ. നിനക്ക് എന്താ പറ്റിയത് ഉണ്ണിയെ? അമ്മ കഴിക്കേ. അവർ സമ്പാദിച്ചു വന്നതിനാലയാ. അമ്മേ, എന്റെ പ്രകടന പത്രികയില് ഞാൻ അമ്മയ്ക്ക് കുറെ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. വലിയ വീടും കാറും അങ്ങനെ പലതും. എന്താ എല്ലാം ശരിയായോ? ഇല്ലമ്മേ, അതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. എനിക്കൊന്നും വേണ്ട ഉണ്ണിയെ. നിന്നെ ഈ കടക്കാരിട്ട് ഓടിക്കണത് കാണാണ്ടിരുന്നാ മതി. ഇനി ആരെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. എല്ലാം അവസാനിപ്പിക്കാൻ ഞാനൊരു കൂട്ടം ചെയ്യാൻ പോവാ. അതെന്താ? ഒക്കെ കഴിയുമ്പോ അറിഞ്ഞാ മതി. അറിയുമ്പോ അമ്മയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. എന്നെ ശപിക്കരുത്. അച്ഛന്റെ ദേഷ്യമൊക്കെ മാറുമ്പോ അച്ഛനോട് അമ്മ പറയണം, ഈ ഉണ്ണി പാവായിരുന്നു. അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. என்ன ஒரே சென்டி மூடா பிடிச்சிருக்காங்க. அநேகமா എந்திരിച്ച് വരപ്പോறாரு. മാഷ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ബോട്ടുകാരൊക്കെ തിരച്ചിൽ നിർത്തി. പതിവില്ലാതെ നല്ല അടിയൊഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ബോഡി ഉടനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. பட் இந்த மாதிரி கடல்ல விழுந்துட்டு அப்படின்னா 7 இயர்ஸ் வரைக்கும் உனக்கு டெத் சர்டிஃபிகேட் இருக்கு. அப்படியா? யாரு மியூசிக் சும்மா போட்டு தாக்கியிருக்கான். Next day morning another sea show. பஞ்சாபி. ഇവർ ആക്ച്വലി മലയാളി தான். ഇത് ടർബൻ പോട്ടിருக்காரு. വേണ്ടടാ, ഒരു പഞ്ചാബിക്കാരൻ വന്നേക്കണ്. ചെലപ്പോ മീൻ മേടിക്കാൻ വന്നതാവും. ഒരു 10 കിലോമീറ്റർ തുണിയെങ്കിലും തലയിൽ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അല്ല, തലയ്ക്കകത്ത് എന്തേലും വ്യാണ്ടേ? നിന്റെ അച്ഛന്റെ കോണകമൊന്നും അല്ലല്ലോ ഈ വലിച്ചു കിട്ടിയിരിക്കുന്നത്. മലയാളം പറയണ്. എടാ, നീ ഇത് ആരാണെന്നാ കരുതിയത്? ആരാടാ ഈ വരുത്തന്മാരെ? അവർക്ക് ഇവിടെ വലിയ പരിചയം പോരാ ബൈ. എടാ, നിങ്ങളെക്കാൾ നന്നായി മലയാളം പറയാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് 40 കൊല്ലമായി. ആശാന്റെ ഒരു 2 വരെ കവിത തെറ്റുകൂടാതെ ചെല്ലാൻ നിന്നെ കൊണ്ടൊക്കെ സാധിക്കുവോ? അത് സാധിക്കില്ല. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആശാൻ പൂരപ്പാട്ടും തെറിയാണ്. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എടാ എസ്തപ്പാനോസേ, ആ ഗംഗാധര ഇതുവഴി എങ്ങാനും വന്നോടാ. ഓ അയ്യോ, കനീഫ. ഭാര്യയുടെ കാശി നീ അയാൾ വന്ന് തീർത്തില്ലേ? തന്നില്ല. அவருக்கு இதே பிரச்சனை தான். മരങ്ങൂറിനെ കണ്ടാൽ ഞാൻ ചുട്ടുകളയും. വ്യാണ്ടടാ, ബോട്ട് പറഞ്ഞു. வித்தியாசமான மீனா இருக்கு. ഇതാരാ? കണ്ടാൽ അറിയില്ലേ? ആരും നമസ്കരിക്കുന്ന ഇന്ന് പതിവില്ലാണ്ട് ഗംഗാധരന്റെ ബോട്ടാണല്ലോ ആദ്യം പറഞ്ഞത്. മുതലാളി, ചങ്ക ചക ചക. നീ ഒളിച്ചിരിക്കായിരുന്നല്ലേടാ? ഇങ്ങോട്ട് എഴുന്നേക്കടാ ചതിയ. അത് നോക്കി, എന്റെ വോട്ടാ വരുന്നത്. അതെനിക്കറിയാം. എന്റെ കാശാദ്യങ്ങള്. ഈ സാബാണൊരു പാവണ്. ഈ കടപ്പുറത്ത് ആദ്യമായി ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളുന്ന വിചാരം? 1.5 ലക്ഷം രൂപ. വൈകുന്നേരം കാശൊക്കെ പിടിച്ചോ. എന്നാലും കാശ് ബാക്കി നിൽക്കിയല്ലേ? കൂടി വന്ന 24 മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ. നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പോഴും കിട്ടും 1.5 ലക്ഷം രൂപ. അതും அநேகமா ஒண்ணு பிடிச்சு வந்திருக்க மாட்டான்னு நினைக்கிறேன். 3 ലക്ഷം. 3 ലക്ഷം രൂപയല്ലോ. ഞാൻ എത്ര തരാനുണ്ട്? 2.25 ലക്ഷം. ബാക്കി എത്ര? 25,000. 25,000 രൂപ സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. എപ്പ തരും? തരും. ഞാൻ തരാം. തരാന്ന് പറഞ്ഞ എപ്പ തരും എന്ന് പറയാ. ഞാൻ തരാന്ന്. എന്റെ കാശിന് വിലയൊന്നുമില്ലേ? എന്താ ഇത്? ഓക്രത്തരം പറഞ്ഞാലുണ്ടല്ലോ ഇടിച്ചെല്ലെടുത്ത് എടാ പാവി. സാബ് വിഷമിക്കൊന്നും വേണ്ട. ധൈര്യമായിട്ട് വീട്ടിലേക്ക് വിളിക്കും. ഞാൻ വൈകിട്ട് വന്നേക്കാം. അയ്യോ, നോക്കി നിൽക്കാതെ ഇറക്കണ ഭണ്ഡാരം ചീഞ്ഞു പോകും. ആരും എന്റെ ബോട്ടിൽ കയറി പോകരുത്. പിന്നെ ലേലം വിളിക്കാൻ വന്നവർ റെഡി കാശിലേക്ക് വിളിക്കാൻ നിൽക്കണ്ട. நாம அப்படிதான் அலம்பிடுவாங்க. ഇതൊക്കെ ഭണ്ഡാരം. ഒറ്റ മീൻ പോലും ഇല്ലേ? രമണ, நான் நினைச்ச മത്സ്യകന്യകേ. ஓ இவர் கூட்டு வந்துட்டாங்க. മത്സ്യകന്യകൻ. രമണ, നീ എന്തായി പറയുന്നത്? ഇത് ഡെഡ് ബോഡി അല്ലേ? ഡെഡ് ബോഡിയാ? ഇതാ ആര് വന്ന് ഡെഡ് ബോഡിയാണെന്ന്?
ആ ചെകളെ വിളിച്ചൊന്ന് നോക്കിയേ, ജീവനുണ്ട്. ഞാനിപ്പോ പഞ്ചാബിനോട് എന്ത് പറയും? ഇതിനെന്തിനാ പഞ്ചാബിനോട് പറയണത്? ഇതിന് ആശുപത്രി കൊണ്ടോ മുതലാളി പോരെ? ശ്ശോ, ചതിച്ചല്ലോടാ നീ. ഏയ് ആദ്യത്തെ വലയിടിക്കലില് വീണത് ഇവനാ. ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് മീൻ പിടിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോന്നു. നന്നായി. മുതലാളി ആഗസ്റ്റ് 15-ന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പതക്കം കിട്ടും. പടക്കോ പടക്കം കിട്ടിട്ട് എന്തിനാടാ പട്ടിനെ പതക്കം, രണ്ടാക്കി പടക്കം. പൊട്ടിക്കണെ? പതക്കല്ല പണ്ടരങ്ങായിട്ട് പതക്കം. ഈ കാലം പിടിച്ചേ. എന്ത്? എന്തേ ഈ ഡെഡ് ബോഡി ആശുപത്രി കൊണ്ടുപോകണം മുമ്പ് ഇവിടെ കിടന്ന് മരിച്ചാലുണ്ടല്ല, മുതലാളി എന്നെ സമാധാനം പറയേണ്ടി വരും. എന്നാ പിന്നെ പണ്ടാ നടക്കണ? இவங்க காம்போ எப்படியோ ஒன்று வந்துருதுப்பா. ஆமா ஆளு பத்தியா கலர എന്താടാ ഓടിച്ച നീ മരുന്ന് മേടിച്ചിട്ടുണ്ടോ? ഇവിടെ ഉള്ള മരുന്ന് കൊടുത്താൽ മതി, അര സ്പൂൺ വെച്ച്. ഓക്സിജൻ തീർന്നു, ഓക്സിജൻ മേടിച്ചു കൊടുക്കണം. ഒരു കുറ്റി ഇപ്പോഴല്ലേ കൊടുത്തു, അതിന് മുമ്പ് കുടിച്ചെടുത്താ. ആ ജനലിൽ തുറന്നിടാൻ എന്റെ ഈശ്വരാ. വലിച്ചു കയറ്റട്ടെ. ஐயோ എന്നെ ചവിട്ടിട്ട് നീ കരയുന്നോളാം. എന്നെ തൊട്ടാ എന്താടോ ഇത്? ഒന്ന് പതുക്കെ വന്നൂടെ? സ്ലോ മോഷനിൽ വീഴാൻ എനിക്ക് അറിയില്ല സിസ്റ്ററെ. എന്ത് പറ്റി മുതലാളി? എന്തെങ്കിലുമൊക്കെ പറ്റണ ലക്ഷണമുണ്ട്. ഈ പണ്ടാരത്തിനെ കടലിൽ നിന്ന് കൊണ്ടുവന്നവര് കിട്ടുകയല്ലേ? ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. എന്താടാ? ഈ കിടക്കണത് ആരാണെന്ന മുതലാളിയുടെ വിചാരം? ലക്ഷപ്രഭുവാണ്, ലക്ഷപ്രഭു. പിന്നെ ലക്ഷപ്രഭു കടലിലല്ലേ കിടക്കുന്നത്? കിടക്കും. ചില ലക്ഷപ്രഭുക്കൾ കടലിലും കിടക്കും. அந்த கடன் லிஸ்ட் பார்த்துட்டு பணக்காரன் நினைச்சிட்டான் போல. വിശ്വാസം ഇല്ലെങ്കിൽ ഇതെന്താ? ഇതെന്താ? ഇത് കല്ലാസ്. കല്ലാസല്ല, കള്ളാസ്. ഇതെപ്പ. അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. അവന് കിട്ടാനുള്ള തുകയുടെ ലിസ്റ്റാണിത്. மாத்தி பிரிச்சுக்கிட்டாங்க. ലക്ഷങ്ങൾ വരും, ലക്ഷങ്ങൾ. ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണ്. ഇവനെ രക്ഷപ്പെടുത്തിയ വകയിൽ ഒരു 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ആരോട് മേടിക്കും? അവന്റെ ഡാഡിയുടെ കയ്യിന്ന്. തന്നില്ലെങ്കിലോ? കടപ്പുറം ഇളകും, കുത്തിപ്പിടിച്ച് വാങ്ങും. ഡാഡി നിനക്കറിയാമോ? അത് മമ്മിക്കറിയാലോ, മമ്മി നിനക്കറിയല്ലേ? അത് ഇവനറിയാലോ, ഇവനാരടാ? അത് അവർക്കറിയാലോ. ആർക്ക്? ഡാഡിക്കും മമ്മിക്കും. ഡാഡി മമ്മി ആരടാ? ഡാഡി മമ്മി ആരെന്ന് ചോദിച്ചാ അവരിപ്പോ എടാ, ഇവൻ ആരാണെന്ന് അറിയാതെ അവരാരാന്ന് ചോദിക്കാൻ പറ്റുമോ? ഇവൻ ആരാന്നറിയാൻ ഒരു ഐഡിയ. എന്താണ്? ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ஐயோ അവൻ പറയില്ലേ? ഇല്ലേ? നീ ഫോട്ടോ കളഞ്ഞ വന്നു. ആര്? ബോധം. ഭൂതമല്ല, ബോധം. ദേ കണ്ണൂർ ചിരിക്കണ്ടില്ലേ? മോനെ, നീ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. നിന്നെ രക്ഷിച്ചത് ഞാനാ. അതെ, ഞങ്ങളാ. നീ ധൈര്യമായിട്ടിരിക്ക്, ഞങ്ങളുടെ കൂടെ. മോന്റെ വീട് എവിടെയാണ്, നാടെവിടെയാണ്? ഞങ്ങൾ ഇപ്പൊ തന്നെ അറിയിച്ചേക്കാ. ഒന്നും പേടിക്കണ്ട, കാശ് തരാനുള്ളവരുടെ ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ട്, നമുക്ക് ഉടനെ മേടിക്കാത്. മോന്റെ വീട് എവിടെയാണ്? പറ മോനെ. പരമോനെ. ഞങ്ങൾ പറയണത് മോൻ കേക്കണുണ്ട്. ആ, എങ്ങനെ കേക്കാനാണ്? ചെവിയിലൊക്കെ വെള്ളം കയറി അടഞ്ഞു കാണും. ഹ, കേൾക്കാൻ പറ്റില്ലെങ്കിൽ വർത്താനം പറയാൻ പറ്റില്ലേ? മോനെ, മോൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് സത്യം. രമണ, അവന്റെ ഊരും പേരും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കട്ടെ. ആ, പിന്നെ നിന്നെ രക്ഷിച്ച വകയിൽ കിട്ടാനുള്ള 5 ലക്ഷത്തിൽ 2 ലക്ഷം രൂപ ഇന്നലെ കിട്ടണം. ബോധം പോയി. ബോധം പോകുമല്ല. ബോധം വന്നപ്പോ എന്തായിരുന്നു ஓ ബഹളം? கான்சியஸ்னஸ்க்கு வந்து போதைன்றாங்க. அப்ப ஆக்சுவலி தமிழ்ல போதை ஆயிட்டான்னா கான்சியஸ்னஸ் லூஸ் பண்ணிட்டான்னு அர்த்தம். அங்க ஆப்போசிட் அப்படியே. എടാ, ഇവൻ ആമറ അടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല. എടാ മോനെ, നീ ആരാണ്, എന്താണ്, ഊരും കൂടി എവിടെയാണ്, കാശപ്പ തരും, എത്ര നേരമാണ് ചോദിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറയടാ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ഓ ചതിച്ചോ ദൈവമേ. ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ. യവ 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 കണ്ട, ഇവൻ ബദിരന് മൂങ്ങനാണ്. ஐடியா கிடைச்சிருச்சு தலைவனுக்கு. அதான் എടാ, സത്യം പറഞ്ഞു, നിന്റെ വീട് എവിടെയാണ്? എന്ത് വീടാ രമണ? ആംഗ്യ ഭാഷ ചോദിക്കും മുതലാളി. എന്നാ ഊരും കൂടി എവിടെയാണ് ആംഗ്യ ഭാഷ ചോദിക്ക്. ആംഗ്യ ഭാഷ ഞാൻ കാണിച്ചു തരാം. എടാ, നിന്റെ ഊരും കുടിയും എവിടെയാണ് നിന്റെ? ആ. അയ്യോ, കഞ്ഞി കൊടുത്താ പറയാന്ന്. എന്നാ, മൂണങ്ങ്. നിന്റെ ഊരും കുടി എവിടെയാണ് പറ. അത്തായത് നിന്റെ വേണ്ട 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 വേണ്ട, ഇനി നീ ഊരണ്ട. ഓക്കെ. മോനെ മോനെ, ആ, വീട് നിന്റെ എവിടെയാണ്? வேற லெவல் എനിക്ക് വീടില്ല. ഞാന് കേരളത്തിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ നാടുകളും ആംഗ്യ ഭാഷ കാണിച്ചു തരാം. ആംഗ്യ ഭാഷയിൽ ആംഗ്യ ഭാഷയിൽ ജബാ ജബാ ഊര്. ஜப்பான். ഇവിടെ കണ്ണൂരിന്നാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് മനസ്സിലായില്ലേ? ആ, ഇപ്പൊ പറഞ്ഞപ്പോ മനസ്സിലായി. ഈ പൊട്ടന് മനസ്സിലായി, ഒറിജിനൽ പൊട്ടന് മനസ്സിലായിട്ടില്ല. കാലടി ചോദിക്കും മുതലാളി. ആ, ഇത് ഓക്കെ. കാല് 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 ജബാ അടി
കാലടി കാലടി വെട്ടൂര് ചോദിക്കട്ടെ വെട്ടൂര് നിനക്കെന്ന് പറയാൻ കാശ് പണം എന്റെയാണ് ഞാൻ കോഴിക്കോട് ചോദിക്കും മോനെ ஒவ்வொரு ஊருக்கும் ஒரு சைன் லாங்குவேஜ் நினைச்சுக்கிட்டாங்க. കോഴി 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 കുരങ്ങൻ കോടങ്ങനെ പറയും അതെ കോച്ചുവാദം വരുമ്പോ കോടുമില്ല ഇങ്ങനെ കോട് കോഴിക്കോട് முட்டை உடைச்சு ஆம்லெட் போட்டுருக்காரு அவரு ஒரு ஆம்லெட் ஒரு ஆம்பளை. ഓംലെറ്റ് ஊமை மாரி நடிச்சிருக்காருல்ல. നിന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ എസ് ഐ പറഞ്ഞു. എന്താ കാര്യം നിനക്ക് കടലിൽ നിന്ന് എന്തോ സാധനം കിട്ടിയെന്ന് അറിഞ്ഞു. കിട്ടിയ സാധനമായിട്ട് ചെല്ലാനാ പറഞ്ഞേ. കിട്ടിയ സാധനത്തോടെ ഇതാണ് കിട്ടിയ സാധനം ഇവൻ ആരാണ് എന്താണ് ഏതാണെന്നൊന്നും അറിയാതെ ഇവനെ പുറത്തുവിടാൻ പറ്റില്ല. അത് കൊള്ളാം പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതിയോ ഇല്ലാത്തതിനാൽ അകത്തിടാനും പറ്റില്ല. വേണ്ട, ഇവനെ പുറത്തൂടണ്ട അകത്തൂടണ്ട. അവനാ വാതുക്ക നിന്നോട്ടെ. പാറാവുകാരനൊരു കൂട്ടാകുമല്ല. ഇവനെ തൽക്കാലം നിന്റെ കൂടെ വിടുന്നു. എപ്പോ ഞാൻ വിളിച്ചാലും ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരണം. അപ്പോ ഇതിന്റെ ചെലവ് ചെലവൊന്നും വേണ്ട, ഇതെന്റെ ഒരു ഔദാര്യമായി കൂട്ടിയാൽ മതി. ഇതിപ്പോ കിണ്ണം പടയം വെച്ചതുപോലെ ആയിട്ടുണ്ട്. ആകപ്പാടെ കടവും കടപ്പടി കൂട്ടത്തിലൊരു ഉരുപ്പടി കയ്യിലൊരു കുറിപ്പടി. ജുബേ ഒരെണ്ണം തന്നില്ലേ? ഇനി ഇത് മുഷിന് നേരട്ടെ അപ്പ തരാം. எம்மா കയ്യിലുള്ള വോട്ട് പോകാൻ അണ്ണാക്കിട്ട് എന്താണ് ഒരു സൈഡ് വലിവ് മുതലാളി വിളിച്ച് വലിച്ചിട്ടല്ലേ? ஏதோ ஸ்நாக்ஸ் வேணும் போல. ഈ ഓഹോ അപ്പൊ ഇവനായിരുന്നല്ലേ ഡ്രൈവർ അവന് വിശക്കണുണ്ടാവും മുതലാളി. പാവം പറയാനറിയാൻ പാടില്ലല്ല. അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത്. കൂടുതലൊന്നും വലിച്ച് കേറ്റായിരുന്നാ മതി. ആശാനെ 3 ചായ 1 പാല് കുറച്ച് വിത്തൗട്ട്. അതാർക്കാ മുതലാളി വിത്തൗട്ട്? അത് ഇവന് ഇവിടത്തെ ചായയുടെ രസം പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട് തള്ളും. മഞ്ഞ 2 ചായയിലേക്ക് ഇട്ടേക്കട്ടാ. അവിടെ വെച്ചേക്കട കൈ ഇട്ടാവും. അല്ല മുതലാളി, എന്താ നമ്മുടെ ഭാവി പരിപാടി? എന്ത് ഭാവി? വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിന്റെ കയ്യിലാണ് നമ്മുടെ ഭാവി. ചായ എടുക്കാശാനെ ഉത്സയാണെന്ന് പറഞ്ഞ വെള്ളം കൊടുത്തേക്ക്. പൊട്ടനാണ് മനസ്സിലാവൂല. എന്നാ, മൂന്ന് എന്താണ് ഇതിന് മധുരയില്ലേ? ഇവിടെയൊക്കെ വിത്തൗട്ട് എന്ന് പറഞ്ഞ മധുരം ഉണ്ടാവില്ല. வித்தவுட்னா sugar. നമുക്കിട്ടെന്ന് വെച്ചല്ലേ ഇതിനാണെങ്കിൽ ഒടുക്കത്ത മധുരം. ഏതായാലും കുളിച്ച് ഇനി எஸ்கேப் ஆயிட்டான் நம்ம தலைவர். ഒരെണ്ണം അവനോടത്തേക്ക്. ഉണങ്ങ്. മുതലാളി, അവനെ കാണാൻ போய் கூப்பிடும் பொழுது போய் கூப்பிடும் பொழுது எவான்னு கூப்பிடுறாரு அவரு. ഹലോ ഹലോ, ഞാൻ ഉണ്ണിയുടെ അമ്മാവനല്ലേ? അതെ. ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ്. ഓ അതെ, പൈസ കിട്ടിയിട്ടില്ല. ഇൻഷുറൻസ് ഒക്കെ ഉടനെ കിട്ടും. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഡെഡ് ബോഡി കിട്ടിയില്ലെങ്കിലും ആള് മരിച്ചു ഉറപ്പായി. അല്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം വിവരം കിട്ടിയനെ. എനിക്കും തരാനില്ല. ഞാൻ അങ്ങോട്ടാ കൊടുക്കാനുള്ളത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ? എത്ര രൂപയാ? അതിപ്പോ ഞാൻ യബാ, യബാ. ദേ മുതലാളി ജബൻ. ശ്ശെടാ, ഇത് പൊട്ടന്മാരി കളിക്കാനുള്ള സാധനമല്ല. ബില്ല ഇതെന്ത് പണ്ടാലും വെറുതെ ബില്ലടിക്കണ. മിഷൻ കേടാക്കി. ഏയ്, പണം തന്നിട്ട് പോണം. പണം തന്നാലോ? ഇവിടെ ഇയാൾക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല. പൊട്ടനാ. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും. പക്ഷെ ഞാൻ പൊട്ടനല്ല. ബില്ലടിച്ചാ പണം തരണം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ അടിക്കും. പറഞ്ഞത് എന്തുണ്ടാക്കുന്ന? ആരടിക്കുന്നു? ഞാൻ ഇയാളെ അടിക്കുമെന്ന്. ആര്? ഇയാളെ. ഇയാളെ. വേണ്ടടാ, വേണ്ടടാ, വെറുതെ തല്ലുകൊള്ളണ്ട. ചേട്ടാ, ഈ പണ്ടാരക്കാലം തൊട്ട കാശ് മുതലാളി, അവനെ പിന്നെയും കാണാൻ. നീ വിശ്രമിക്കാൻ പോടാ. പോയി നടക്കടാ. പണ്ടാര എന്റെ തലയിലായടാ. തലയിലായപ്പോഴേ ഞാൻ കരുതി മുതലാളിയുടെ തലയിലാവൂന്ന്. അതേടാ, എന്റെ തലയിൽ തന്നെ ആവും. നിന്റെ തലയിൽ ഒന്നുമില്ലല്ലോ. വോട്ടിന്റെ കെട്ടയക്കടാ, അയക്കടാ. ആ പഞ്ചാബികൾ കണ്ട വോട്ട് പിടിച്ചെടുക്കുമെന്ന് കരുതി എവിടെ കൊണ്ട് നേട്ടാൻ പറഞ്ഞത്. ബോട്ടടിപ്പിച്ച പഞ്ചാബി ഉണ്ടോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ചയായിട്ട് ബോട്ടടിപ്പിക്കാൻ മുതലാളി സമ്മതിച്ചിട്ടില്ല. പുറംകടലിൽ ഞാൻ കണ്ണീര് കുടിക്കുന്നു. ഒരു ഷോട പോലും കഴിക്കാൻ പറ്റാതെ. എന്താ ഷോട കുടിക്കാൻ വേണ്ടി പുറകിടലിൽ ഞാനൊരു പെട്ടിക്കൂടെ നോക്കടാ. ഭക്ഷണം പോലും കഴിക്കാതെ ആഫ്രിക്കൻ പായലും പച്ച ചെമ്മീനെ ഞാൻ കഴിച്ചത്. ഇപ്പൊ ஓ, കുളവാഴ ஆப்பிரிக்கா வரைக்கும் பிடிக்கிறாங்களா? ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്ത് சும்மா കടമേടിച്ച കൊടുക്കൂല.
രമണ നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇവൻ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. 24 മണിക്കൂറിനുള്ളിൽ ഇവൻ എന്റെ കഴുത്തിൽ നിന്ന് കളഞ്ഞില്ലെങ്കിൽ നിന്നെ ബോട്ടിക്കേറ്റു. കയറാൻ പറ്റൂല. 20 മണിക്കൂറിനുള്ളിൽ പഞ്ചാബികൾ ബോട്ടും കൊണ്ട് പോകുന്നു പറഞ്ഞേക്കാണ്. അതല്ലടാ കെട്ടഴിക്കാൻ പറഞ്ഞത്. അങ്ങനെ മലയാളത്തിൽ என்ன சொல்றாரு? வண்டி எடுத்துட்டு போடான்னு சொல்றாரு போல. அதுக்கு இவரு சொல்றாரு அந்த மாதிரி மலையாளி மாரி சொல்றாரு அப்படின்றாரு. ഏതായാലും ബോട്ട് വിൽക്കാം. ഇവൻ തന്നെ ആദ്യമായിട്ട് കയറട്ടെ. ദൈവത്തെ ഓർത്ത് വലതുകാല് വെച്ച് കയറടാ തെണ്ടി. തെണ്ടി. മുതലാളി കെട്ടി പുറകോട്ട് പോണ്. ചെട്ടി പുറകോട്ട് പോണല്ലടാ, ബോട്ട് മുമ്പോട്ട് പോണ്. ഇതെന്ത് മറിമായം? பஞ்சாபி ஆஹா. எடுத்துட்டாரு. രമണ വെള്ളത്തിൽ ചാടാ. ഞാൻ വെള്ളത്തിൽ ചത്തിട്ടെന്ത് കാര്യം? ബോട്ട് പോയില്ലേ? എന്റെ ദൈവമേ, ഈ മുടിഞ്ഞവൻ കാലെടുത്ത് വെച്ചാലും പ്രശ്നമാണല്ലോ. പാവ അവനൊരു മൂങ്ങനല്ലേ മുതലാളി, ഒന്നും ചെയ്യണ്ട. ഇനി ഞാനെന്ത് ചെയ്യടാ? മുതലാളി നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ஆஹா. മര്യാദക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു. എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു. അപ്പൊ അപ്പൊ ഒരു തീരുമാനമായില്ലേ? எதுக்குடா அடிச்சாங்க? ഇപ്പോഴെങ്കിലും മിണ്ടാതിടവും. കത്തിക്കട. கூடவே ஒரு ஆளு அசிஸ்டன்ட். ഇങ്ങനെ പാടാം. തടയണ്ട, നീയൊക്കെ ഒരു അശുവാണ്. അകത്തേന്ന് പഞ്ചാബിലോട് ഹിന്ദിയിൽ പറ, ഗംഗാധര മുതലാളിയും രമണനും വന്നേക്കണെന്ന്. ആ പറയാ, കൂടെ ഒരു പൊട്ടനുണ്ടെന്ന് പറ. വേണ്ടി വന്ന ഇവിടുത്തെ സിംഗുമാരായിട്ട് ഒരു ഗുസ്തിക്ക് തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുസ്തി ആ മയൽമാൻ. ஐயோ. ആഹാ, ബോട്ട് ചോദിക്കാൻ പറ്റിയ സമയം. പോകാം. അങ്ങോട്ടല്ലടാ, ഇങ്ങോട്ട്. സർദാർജി നമ്മുടെ ബോട്ട്. ബോട്ടോ? എടോ ഇത് പഞ്ചാബാ, പഞ്ചാബ്. ഇവിടെ ബോട്ടുമില്ല, ബോട്ടിലുമില്ല. ഓടാ. എന്റെ ഭായി ചതിക്കരുത്, ഉപജീവനമാ. അതും കൂടി പോയാൽ. കാശി ചോദിച്ച് ആളെ അയച്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത്? ഇത് പഞ്ചാബ് അല്ല, കേരളമാണ്, കടപ്പുറമാണ്, വെല്ലസിയ തട്ടിക്കളയും എന്നൊക്കെ അല്ലടാ. എന്റെ ഭായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. அடப்பாவி. നിനക്കറിയില്ല പഞ്ചാബിയുള്ള ശക്തി. നിനക്ക് സാധിക്കുമെങ്കിൽ ഗോതയിലേക്ക് ഇറങ്ങി. கோதா. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സിംഗിനെ അടിച്ചു മിളർത്ത്. എന്നാൽ നിന്റെ ബോട്ടിൽ ഞാൻ വെറുതെ തരാം. ഗുഡ് ഐഡിയ മുതലാളി. ഏതെങ്കിലും ഒരു സിംഗിനെ അടിച്ച് തോൽപ്പിക്ക്, ബോട്ടും കൊണ്ട് നമുക്ക് പോകാം. പക്ഷേ ധൈര്യമുണ്ടേ കേരള. ബോട്ട് ഫ്രീ ആയി കിട്ടോ? കിട്ടും. അപ്പൊ കാശോ? നീ ഒറ്റ പൈസ ബാക്കി തരണ്ട, അതും ഫ്രീ. ചെല്ലി ചെല്ലി ചെല്ലി. ஐயோ. அனிமே நம்மால தான் முன்னு வர நினைக்கிறேன். ഇതെന്ത് ഇത്? എന്ത് പറ്റി മുതലാളി? അത് ശരിയാവില്ല. ഏ? അവൻ ജെട്ടി. ഇത് മുതലാളിക്കെന്താ? ഞാൻ ജെട്ടിടാ. ഒരു ബോട്ട് തിരിച്ച് പിടിക്കാൻ വരുമ്പോഴെങ്കിലും ആ ഷഡ് ഇട്ടൂടെ? അത് ഇവിടെടാ. ഇവിടെ ബോട്ടിന്റെ മുകളിൽ ഉണക്കാനിട്ടപ്പോഴാണ് ഒരു ബോട്ട് കൊണ്ടുപോയത്. എന്നാ ആദ്യം അത് ചോദിച്ചാലോ? എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഏയ്, വല്ലതും ചോർന്നു പോയാൽ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജഗലുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണം രമണ. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. திலீபேட் இதுல எவ்வளவு ஒல்லியா இருக்காரு பாறேன். ക്ഷത്രിയനല്ലേ? அதான் ஆக்சுவலி ரொம்ப யங்கா இருக்காரு. എങ്കിൽ സോണിയായുമായി പിടിക്കട്ടെ. സോണിയെ അതാരി? ஏய் இவங்க தான் ஹீரோயின். ஓ. நான் காஸ்டிங் க்ரூல பார்த்தேன். ഒന്നോട്ടെ. இவங்களா? தோலே. ஓ டேம். இவனானே.
ஜெயிச்சா സോണിയ പിടിയവനെ. കൊല്ല്, കൊല്ല്, കൊല്ല്. ഓയ്, ഓടി, അയ്യോ காலை பிடிச்சி தரல அடிக்கிறான்பா. വാടോ, ഞാന്. നമുക്ക് ഞാനില്ല, ഞാനില്ല. അയ്യോ വേണ്ട, 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 മന്മനെ ഇട്ട്. மாட்டிட்டாப்ல. അവനെ മാത്രം ഒന്നും ചെയ്യരുത്, അവന് ഊമയാണ്. ഇനി ഞങ്ങളെ തല്ലല്ലാതെ പറ. ഇത് തല്ലിയതല്ലടാ, ഞങ്ങളുടെ ഒരു തരം കളിയാ. തല്ലി വരുന്നതേ ഉള്ളൂ. ഞങ്ങളെ തല്ലി ചതച്ചതുകൊണ്ടോ എന്റെ ബോട്ട് പിടിച്ചു വെച്ചതുകൊണ്ടോ നിങ്ങളെ കാശ് കിട്ടുമോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ബോട്ടിക്കതാ, അത് വിറ്റാണെങ്കിലും ഞാൻ കാശ് കൊണ്ടുവരാം. നീ വരില്ല, എനിക്കറിയില്ലേ എന്ത് പറഞ്ഞ ഈ സാബിനെ വിശ്വസിപ്പിക്കും. இவரை விட்டு போக சொல்றாங்க உங்களை. എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, ഇവനിവിടെ നിൽക്കട്ടെ. ஆ, താഴെ വെച്ചാൽ പാമ്പ് കടിക്കും, തലയിൽ വെച്ചാൽ പൂച്ച കടിക്കും എന്ന് പറഞ്ഞ് വളർത്തിയതാണ് ഇവര്. എന്റെ സ്വന്തം അനന്തരവനാണ് ഇവൻ. അനന്തനോ? എന്റെ അനന്ത, നിന്നെ ഒരു നിമിഷം കാണാതെ എനിക്ക് കഞ്ഞി കുടിക്കാൻ പോലും കഴിയില്ല. പക്ഷെ போய் சொல்லிட்டான். അമ്മാവൻ പണവുമായി വരുന്നവരെ നീ ഇവിടെ നിൽക്ക്. ഇവിടെ നിൽക്ക്. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. വെറും ഒരു പണിക്കാരനായി എന്നെ പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത മുതലാളിക്ക് സ്വന്തം അനന്തരവനെ എങ്ങനെ പിരിഞ്ഞിരിക്കാൻ പറ്റും? അവിടെ പാറ ഓ, നിന്നെ പിരിഞ്ഞിരുന്നാലും ഇയാൾക്ക് വേദനിക്കുമല്ലേ? എന്നാ നീ ഇവിടെ നിൽക്ക്. അയ്യോ, അത് വേണ്ട. എന്താ? എനിക്ക് മുതലാളിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. മുതലാളി, സാബ്, ഞാൻ ബോട്ടും കൊണ്ട് പോകുന്നേ ഉള്ളൂ. എന്റെ ജീവനും ജീവന്റെ ജീവനും ജീവന്റെ ജീവൻ. ഞാനിതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. ഞാൻ പോയി വരട്ടെ മക്കളെ, 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാം எல்லா படத்தும் പിടിച്ചു കൊണ്ടുപോകും. വാക്ക് കൊടുത്തു പോയി. ജപാലനെ വാക്ക് കൊടുത്ത് വാക്ക് മാറ്റണം മുതലാളി. കൊണ്ടുപോകട്ടെ. പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. சிரிச்சிட்டு போறான். അവൻ കരയണം, എന്നാലേ അവനൊക്കെ ഇതാണ് അങ്ങ് അടിച്ച ഇങ്ങെപ്പുറ വലിക്കോ எங்கடா வலிக்கும்? ആ, ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. എന്താ പൊട്ടനും പോയി, മണ്ടനും പോയി, ബോട്ടും കിട്ടി. അയലേസാ. ஏய், எத்தனை பத்து இவரை காணமேன்ட்டு. മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്നാ നിനക്കൊക്കെ കൊള്ളാം. ഇല്ലെങ്കിൽ എനിക്കിട്ട് കൊള്ളും. ഞാൻ ഇവിടുത്തെ മാനേജരാ, ഉത്തമൻ. ഉത്തമൻ. ആരായിരുന്നാലും ശരിയാ, ഇവ കേൾക്കൂല. ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും. ഓ, എന്നാ രക്ഷപ്പെട്ട്. പറഞ്ഞത് കേട്ടോടാ. ഇല്ലെങ്കിൽ എന്റെ കയ്യിലെ ചൂട് നീ അറിയോ? നല്ല തണുപ്പാണല്ല. തണുപ്പ്. പറയുന്നോടാ, നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊക്കെ ഇതെവിടെ പോകുന്നു? അല്ല, ആരോ കാണിച്ചു തരാന്ന് പറഞ്ഞ് ദേ ഒരെണ്ണം. ആ, ഒരെണ്ണമല്ല, 2 എന്താ നിങ്ങളെ കാണിച്ചു തന്നതാ. അല്ല അല്ല മാം സാബ്, യുവമാർ നിങ്ങളെ കണ്ടിട്ടേ ഇല്ല. കണ്ടു നിന്റെ കഴുത്ത്. എന്താണ് അവിടെ? ഞാനിവന്റെ കഴുത്തിന്റെ അളവെടുക്കായിരുന്നു. അതൊക്കെ പിന്നിലേക്കാം. ആദ്യം അവന്മാരെ കൊണ്ട് വിട്. ഓ, ചെല്ലടാ. അവന്മാരോട് അങ്ങോട്ട് ചെല്ലാൻ വാ. ആ, നിങ്ങളിൽ ആർക്കാണ് ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത്? എനിക്കറിയില്ല. ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ எல்லாத்தையும் மாட்டி வர்றாரு എന്താ இவரு. നിന്റെ പേര്? രമണൻ. മരണനും. மரணம். നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്ക്. ഉത്തമ, ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണനെ കൊണ്ട് പോളിഷ് ചെയ്യിപ്പിക്കും. ഓട് സ്വാമി, കുടുംബമേ മൊത്തം വിളവരാ. എന്റെ അമ്മോ, ബാറ്റ കമ്പനി പോലും കാണില്ല ഇത്രയും ഷൂ. ഇതൊക്കെ പഴയതാ. ഇതില് ചെയ്ത് പഠിച്ചിട്ട് പുതിയത് തരാം. പിന്നെ കാലുകളിൽ കയറി കുറെ പുറത്തു പോയിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു വരും. ഇത്രയും ഷൂ റോട്ടിൽ നിന്ന് പോളിഷ് ചെയ്താ ഒരൊറ്റ ആഴ്ചക്കുള്ള ഒരു ബോട്ട് വാങ്ങാൻ പറ്റും. ഒന്ന് സഹായിക്കടാ. ഏയ്, അത് പറ്റില്ല. നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം. അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം. ഇല്ലെങ്കിൽ ബെൽറ്റിന് അടി കൊടുക്കും. பெல்ட்ல அடி. അത്രക്കായ എങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. തലക്കിൽ
പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പി നിങ്ങളിൽ ആർക്കാ നല്ല ഭംഗിയായിട്ട് അലക്കാൻ അറിയുന്നത്? അടുത്ത പണി ആർക്കാ? എനിക്ക് ഭംഗിയായിട്ട് അലക്കാൻ അറിയാം, ഇവൻ ഒട്ടും അറിയില്ല, ഞാൻ പഠിപ്പിക്കാം. വേണ്ട വേണ്ട, വില കൂടിയ ഡ്രസ്സാ. അറിയാത്തവൻ ചെയ്താ അതൊക്കെ കീറും. ഒച്ച്. നീ തന്നെ അലക്കിയാ മതി. ഉമ്മിക്കോ, നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എവിടെ അലക്കല്ലേ? അവന്റെ ഒടുക്കത്ത് ഒരു ടൈറ്റാനിക് ഉണ്ടാക്കി കളിക്കലി എല്ലാം മുങ്ങിപ്പോട്ടെ. എല്ലാം മുങ്ങി പൊട്ടെ. ഉടുപ്പോർത്തോണ്ടല്ലേ അവനീ പോസ് കാണിക്കണത്. മര്യാദക്ക് അലക്കണ, ഇല്ലെങ്കിൽ മനീന്ദർ സാബ് നിന്നെ എടുത്തിട്ട് അലക്കും. അതെ, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. 2 വർഷമായിട്ട് ഇവിടെ അലക്കണ വാരി അടിക്കാതെ വേഗം അലക്കടോ, ബാക്കിയുള്ളവരും തുടങ്ങി കൊണ്ട് വരുന്നുണ്ട്. നന്നായി. അതെ, ഈ വീട്ടിൽ എത്ര കുടുംബങ്ങളുണ്ട്? 10-16 കുടുംബങ്ങളുണ്ടാവും. എന്നാ പിന്നെ ഇതൊരു ജില്ലയായിട്ടൊക്കെ പ്രഖ്യാപിച്ചൂടെ? എന്റെ അമ്മേ, ഇത് ഏത് കാലമാടന്റെയാ? ബെഡാ സാബ. ഈ കാലമാടന്മാരെക്കാൾ ബെഡാ ഇനി വേറെ ഇവന്മാരൊക്കെ എന്ത്? ബെഡാ സാബല്ലേ ശരിക്കുള്ള സാബ്. ചിക്കൻ പഞ്ചാബിൽ പോയിരിക്കാം. അങ്ങേരൊന്ന് വന്ന് നിന്നാ മതി, അപ്പം മൂത്രം ഒഴിക്കും. അങ്ങേർക്ക് അതിന്റെ അസുഖം ഉണ്ട്. അങ്ങേരല്ല, ഇപ്പൊ കണ്ട കൊമ്പന്മാരില്ലേ അവര്. യുവന്മാർക്കെല്ലാം ബെഡാ സാബിന് വലിയ പേടിയാ. എനിക്കും. കാണ കഴിയാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല. നഹി നഹി എന്ന് പറഞ്ഞാൽ നഹി. ഓടോ. Useless beggars. സാപ്പാടെല്ലാം പശിക്കുമ്പോത്. നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകണേ. കാണല്ല ഖാന. തിന്നാൻ അയാളെ വിളിച്ചത് ആണാ. എന്റെ അമ്മ വിശന്നിട്ട് നിൽക്കാൻ പറ്റണില്ല. വേണ്ട, ഇനി അങ്ങോട്ട് ചെല്ലണ്ട. വേണ്ടാന്ന് പറഞ്ഞിട്ട് തിന്നാൻ ചെന്നിരുന്നാലേ അങ്ങേര് നിന്നെ ചപ്പാത്തി ആക്കി ചുടും. എന്റെ ദൈവമേ, എന്തൊരു ശിക്ഷയാണിത്. പണിയൊക്കെ എനിക്ക് തീറ്റാവനും. പിന്നെ എന്തെങ്കിലും എല്ലാരും തിന്നു കഴിയട്ടെ, നിന്ന് അലക്ക്. എന്തുവാ ഇത്? ഇതെന്നെ മുതലാളിയാണെന്ന് ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി. അയ്യോ, ഇത് നിന്റെ മുതലാളിയല്ല, ബഡാ സാബിന്റെ ഒരേ ഒരു പെങ്ങള് മേം സാബിന്റെ ചുരിദാറാ. ഈ ചുരിദാറിനൊന്ന് വേദനിച്ചാ മതി, ബഡാ സാബ് നിന്നെ ഈഞ്ച പരിവാക്കും. തന്തൂരി. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. അതാണ് കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. ബസ്സെന്നിട്ട് അലക്കാൻ പറ്റണല്ലേ, തിരിച്ചു ചോറ് തരുമോ? ഓ, ഇതും ഹിന്ദിയാണ്. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് അശ്ശോ. ചോരത്തിരുടെ. ഐ ആം ചോർ, നോ കഞ്ഞി. നോ കഞ്ഞി. അച്ചാറെങ്കിൽ അച്ചാറ്. പോയി മാ. ചോറത്ര ദൂരെ കൊണ്ട് വെച്ചേക്കുന്നത്. ഒരാൾക്കുള്ള ചോറേ. അയ്യോ, അടുക്കള കയറാ. ஓகே கைஸ், நம்ம வந்து பார்ட் 1 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 2ல சந்திப்போம். நன்றி, வணக்கம். Bye bye.